ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. വിളിച്ചാൽ വെളിപ്പാടകലെ എന്നെ ചേർത്ത് പിടിക്കാൻ കാത്തു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭൂസ്വർഗങ്ങളെ തൊട്ടു നിൽക്കുന്ന ഗോവണിയാണ് പരിശുദ്ധ മറിയമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയിലും വിശ്വാസിക്ക് സ്വർഗത്തിലേക്ക് നോക്കാനുള്ള വെളിച്ചവും പ്രഭയും പ്രകാശവും പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ബർനാഡ് നമ്മളെ ഓർമ്മപ്പെടുത്തും, അമ്മ പാപികളുടെ ഗോവണിയാണ്. ഭൂമിയിൽ മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ പ്രതിസന്ധിയിലാകുമ്പം, പ്രതികൂലങ്ങൾ അവളുടെ ജീവിതത്തെ തളർത്തിക്കഴിയുമ്പം, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അതിനെ അതിജീവിക്കാനുള്ള സാധ്യത, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത, സ്വർഗമൊരുക്കുന്ന സാധ്യത അത് പരിശുദ്ധ മറിയമാണ്. അറിഞ്ഞും അറിയാതെയും മനുഷ്യർ ഇന്ന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ടുള്ള വ്യഗ്രതയിൽ കഴിഞ്ഞ് ജീവിച്ച് കടന്നു പോവുകയാണ്. അവിടെ പരിശുദ്ധയമ്മ എന്നോടും നിങ്ങളോടും ചേർത്ത് പിടിച്ചുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, അമ്മയൊരു ഗോവണിയ. ഒരിക്കലും കൂട്ടിമുട്ടിക്കാനാവില്ല എന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ ഇടങ്ങളെ ഈ അമ്മയാകുന്ന ഗോവണിയിലൂടെ കൂട്ടിമുട്ടിക്കാൻ നമുക്കാവും. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പം റോമിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിൽ ഈ ബലിയർപ്പണ വേളയിൽ ബലിപീഠത്തിൽ ഒരു ഗോവണി പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നത് കണ്ടുവെന്ന് വിശുദ്ധ ബർനാഡ് തൻ്റെ വെളിപാടിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസിക്കും സ്വർഗത്തിനുമിടയിലുള്ള ഗോവണിയായി പരിശുദ്ധയമ്മയെ സഭാപിതാക്കന്മാർ അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കോൾബെ നമ്മളെ ഓർമ്മപ്പെടുത്തും, അമ്മയിലുള്ള ഈ ആശ്വാസം പീഡനങ്ങളിൽ ശക്തിയാണ്. അമ്മ നൽകിയ ആത്മീയതയുടെ വെടിയുണ്ട എനിക്ക് ബലമായിരുന്നു. അമ്മയിൽ ആശ്വാസം തേടാനായിട്ട് അമ്മ നൽകിയ ശക്തി അതൊരു വെടിയുണ്ട പോലെ. ജീവിതത്തിൽ ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും, തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടയിടങ്ങളെ, തൻ്റെ സ്വാർത്ഥതയെ, തൻ്റെ ജീവനെ പോലും ബലി കഴിക്കാൻ സന്നദ്ധമാകുന്ന ഒരു സമർപ്പണത്തിലേക്ക് കോൾബെ പുണ്യവാനെ ചേർത്തത് ഈ അമ്മ നൽകിയ ആത്മബലമാണത്രേ. കൊച്ചുദ്രസ്യ പുണ്യവതി പറയുന്നുണ്ട്, സഹനവേളകളിൽ ഒരു പുഞ്ചിരിക്കുന്ന അമ്മ സാന്നിധ്യം എനിക്കെന്നും കരുത്തായിരുന്നു. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വല്ലാണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം, ഇനി മുൻപോട്ടൊരു ചുവട് പോലും വയ്ക്കാൻ കഴിയാത്ത വിധം ജീവിതം ഇങ്ങനെ ത്രിശങ്കുവിലാകുമ്പം, അവിടെ അഭയം തേടാൻ കഴിയുന്ന ഉറപ്പോടുകൂടിയിട്ട് നീ ആഴത്തിലിറങ്ങിയിരിക്കുന്ന അഗാധത്തിൻ്റെ ഗർത്തത്തിൽ നിന്ന് നിന്നെയൊന്ന് ഉയർത്താൻ സഹായകമാകുന്ന ഒരു ചവിട്ടുപടിയായിട്ട് പരിശുദ്ധയമ്മ നിലകൊള്ളുകയാണ്. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട ഗോവണിയെക്കുറിച്ചൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ? യാക്കോബ് കണ്ട ഗോവണി സഭാപിതാക്കന്മാർ പറയും അത് പരിശുദ്ധ മറിയം തന്നെയാണ്. ആദിമാതാപിതാക്കൾ വരുത്തിവെച്ച സ്വർഗത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഈ അകലത്തെ, ഈ ഗർത്തത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അമ്മയിലൂടെ സ്വർഗം ഒരു ഗോവണിയിട്ട് തന്നിരിക്കുക, ഒരു പാലം പണിത് വെച്ചിരിക്കുകയും അതിലൂടെ നമുക്ക് സ്വർഗത്തെ സ്വന്തമാക്കാനായിട്ട് കഴിയും. സ്വർഗീയ അനുഭവങ്ങളെ നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും.
അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഗോവണി. അമ്മയ്ക്ക് സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ പിടിപാടുണ്ട്. സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അക്ഷരം പ്രതി നിറവേറ്റാൻ തക്ക വിധമുള്ള സാധ്യത അമ്മ ജീവിതത്തിൽ അനർഘളമായിട്ടുള്ളത് കൊണ്ട്, അമ്മ പറയുന്നത് ആജ്ഞ പോലെ സ്വർഗം കരുതുന്നത് കൊണ്ട്, അമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ സ്വർഗവും സ്വർഗവാസികളൊക്കെയും അനുസരണയോടെ വ്യാപരിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ചുകൊള്ളുക: അമ്മയാകുന്ന ഗോവണിയിലൂടെ വിശ്വാസി അവൻ്റെ ജീവിതത്തെ പടിപടിയായി ചവിട്ടിക്കയറി അങ്ങ് ചെന്നാൽ നമ്മുടെ ജീവിതം സ്വർഗം സ്വീകരിക്കും, സ്വർഗത്തിന് സ്വീകാര്യമാവും. വിശുദ്ധ അത്തനാസ്യൂസിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ കുറിക്കാം: അമ്മേ, അങ്ങ് ദൈവകൃപ നിറഞ്ഞവളാണ്, ഞങ്ങൾക്കങ്ങ് രക്ഷയുടെ മാർഗമാണ്, സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയാണ്. അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപ നിറഞ്ഞവളായതുകൊണ്ട് അമ്മ ഞങ്ങളുടെ രക്ഷയുടെ മാർഗമാണ്. നമ്മളിങ്ങനെ വഴി കാണാണ്ട് ജീവിതത്തിൽ ഉഴറുമ്പം, തീരുമാനം നാൽക്കവലയിൽ നിന്നുകൊണ്ട് എടുക്കാൻ കഴിയാതെ മനസ്സ് പതറുമ്പം ഒരു പേടിയും പേടിക്കണ്ട. അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ സ്വർഗം ഇറങ്ങി വരും. അമ്മയെന്ന് ഞാൻ വിളിക്കുമ്പം, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മയെന്ന് നമ്മൾ പലവരും പാടുമ്പം വളരെ കൃത്യതയോടുകൂടിയിട്ട് ആത്മീയ പിതാക്കന്മാർ പറയും, ആ വിളിയുടെ പുറകിൽ സ്വർഗം ഈ ഭൂമിയിലേക്കൊരു ഗോവണി, അമ്മയെന്ന ഗോവണിയെ നമുക്ക് കയറിപ്പോകാനായിട്ട് മാലാഖമാർ കയറിയിറങ്ങുന്ന ഗോവണി, സ്വർഗത്തിലെ വിശുദ്ധ ജീവിതങ്ങൾക്കൊക്കെ കയറിയിറങ്ങാൻ ദൈവം അനുവദിക്കുന്ന ഗോവണി, അത് പരിശുദ്ധ മറിയമായതുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ഗോവണിയിലൂടെ നമ്മുടെ സഞ്ചാരം സുഗമമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ വാക്കുകൾ: പരിശുദ്ധയമ്മ സ്വർഗത്തിൻ്റെ ഗോവണിയാണ്. മനുഷ്യർ ആ ഗോവണിയിലൂടെ സ്വർഗപ്രവേശം സാധ്യമാക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും ഈ ഗോവണിയിലൂടെയാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ദൈവമൊരുക്കിയ ഗോവണി സത്യം പറഞ്ഞാൽ ഭൂമിയിലേക്ക് ദൈവത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ദൈവപുത്രനെ ഭൂമിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ദൈവം കണ്ടെത്തിയ ഗോവണിയാണ്. എന്തൊരു സുന്ദരമായ ഒരു സങ്കല്പമാണെന്ന് നോക്കിക്കേ. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട് കണ്ടെത്തിയ ഗോവണി പരിശുദ്ധ മറിയമാ. ആ ഗോവണി ഇന്നും അവിടെ നിലനിൽക്കുകയാണ്. നമ്മൾ ഈ ഗോവണിയിലൂടെ അമ്മയോട് ജപമാല വഴിയും പ്രാർത്ഥന വഴിയും അമ്മയോടുള്ള ആത്മബന്ധം വഴിയും നാം അമ്മയോട് ചേർന്നാണ് എങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് അമ്മയോടൊപ്പം ഈ ഗോവണിയിലൂടെ അമ്മ ശുപാർശ ചെയ്യുമ്പം അവിടെ ആർക്കും തടയാനാവില്ല, അവിടെ ആർക്കും നോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമണികളിലൂടെ നമ്മൾ ഓരോരുത്തരും ഈ അമ്മയാകുന്ന ഗോവണിയോട് ചേർന്ന് സ്വർഗം എത്താൻ തക്ക വിധം, ഈ അമ്മയാകുന്ന ഗോവണി വഴി നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്താൻ തക്ക വിധം ഒരുപക്ഷെ ഈ ജപമണികളെ മുഴുവനും, ജപമാലയുടെ ഓരോ മുത്തുമണികളെ വേണമെങ്കിൽ നമുക്ക് ഈ ഗോവണിയുടെ പടി പോലെയൊക്കെ കാണാൻ പറ്റും. സ്വർഗം ഇങ്ങനെ ഓരോ പടിയിലൂടെയും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി നമ്മളിങ്ങനെ പടിപടിയായിട്ട് കടന്ന് ആവർത്തിച്ച് കൂടുതൽ കൂടുതൽ ചെല്ലുമ്പം സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ, സ്വർഗത്തിനും എനിക്കുമിടയിൽ ഉണ്ടായിരുന്ന അകലമങ്ങ് കുറഞ്ഞു വരിക. നമ്മളിങ്ങനെ അടുത്തടുത്ത് ഈ ഗോവണിയിലൂടെ സ്വർഗത്തോളം എത്തി നിൽക്കുമ്പം പ്രിയപ്പെട്ടവരെ, വളരെ കൃപയോടെ, വളരെ കൃത്യതയോടെ ആത്മീയ പിതാക്കന്മാർ പറയുന്ന ഈ ആത്മീയ ചൈതന്യം നമ്മുടെ ചൈതന്യമാക്കി മാറ്റണം. ഗോവണിയിലൂടെ എത്ര എളുപ്പത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ കഴിയും, എത്ര ഉന്നതത്തിലുള്ള ഇടങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ലോറൻസ് ജസ്റ്റീനിയൻ പുണ്യവാൻ പറയുന്നു, പരിശുദ്ധയമ്മ ദൈവകൃപ നിറഞ്ഞവളാകിയാൽ അവൾ പറുദീസായുടെ ഗോവണിയും ലോകത്തിൻ്റെ അഭിഭാഷകയും ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ്റെ മധ്യസ്ഥയുമാണ്. എത്ര സുന്ദരമായ ഓർമ്മപ്പെടുത്തലുകളാ വിശുദ്ധ ജീവിതങ്ങൾ ഇങ്ങനെ പരിശുദ്ധയമ്മയെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ അമ്മ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ആവാഹിച്ചും അവരിങ്ങനെ കാച്ചിക്കുറുക്കിയെടുത്ത വാക്കിലൂടെ ലോകത്തോട് വിളിച്ചു പറയുക: മക്കളെ, പരിശുദ്ധയമ്മ കൃപയുള്ളവളാകയാൽ അവൾ പറുദീസായുടെ ഗോവണിയ. ഈ പറുദീസായിലെ ആദിമാതാപിതാക്കൾ പോലും സ്വർഗത്തിലേക്ക് എത്താൻ തക്ക വിധമുള്ള ഗോവണിയായിട്ടാണ് ആത്മീയ പിതാക്കന്മാർ പരിശുദ്ധയമ്മയെ കാണുന്നത്. അപ്പം പറുദീസായുടെ നഷ്ടപ്പെട്ടു പോയ അത്തരം ഇടങ്ങളെപ്പോലും സ്വർഗോന്മുഖമാക്കാൻ പരിശുദ്ധയമ്മ എന്ന ഗോവണിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ലോകത്തിൻ്റെ അഭിഭാഷകയാണ്, ലോകത്തിലെ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ വാദിക്കാൻ. എൻ്റെ വേദനയും എൻ്റെ സങ്കടവുമൊക്കെ, എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ കണ്ണീരുമൊക്കെ ജപമാലയിൽ പൊതിഞ്ഞ് ഈ ജപമാലയോട് ചേർത്ത്
ചുമ്മാ പ്രാർത്ഥിക്കാൻ പലർക്കും ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അരികിലൊക്കെ ജീവിതത്തിൻ്റെ സങ്കടം പറഞ്ഞ് പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞ് കടന്നു വരുന്നവരോട് അടിവരയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ചില ത്യാഗങ്ങളൊക്കെ ചെയ്യണം, ചില നഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാവണം, ചില ഉപേക്ഷകൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടം കണ്ടെത്തണം. എൻ്റെ ജീവിതത്തിൽ ഒരു സഹനവും ഏറ്റെടുക്കാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് സുഖകരമായിട്ട് ജീവിക്കണം. മക്കൾ വഴിതെറ്റിയെന്നും പങ്കാളിയുടെ വഴിമാറലുകൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഒക്കെ പറയുമ്പം ചിലരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എത്ര ജപമാല ചൊല്ലും? അവർ പറയും ഒരെണ്ണം. ആ വൈകുന്നേരം എല്ലാവരും കൂടെ ഒരുമിച്ച് ചെല്ലുന്ന ഒരു ജപമാലയല്ലാതെ വ്യക്തിപരമായിട്ട് രണ്ടാമതൊന്നുകൂടെ ചെല്ലാൻ, അതിലേറെ കൂടുതൽ ദൈവത്തോടുള്ള, തമ്പുരാനോടുള്ള, അമ്മയോടുള്ള അടുപ്പം കൊണ്ട് മൂന്നാമതോ നാലാമതോ ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? ഒരു പണിയില്ല. എന്തൊരു സങ്കടമാണെന്നറിയണ്ടേ. പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിലുണ്ടായിരുന്നവർ, പ്രത്യേകിച്ച് വേറെ തൊഴിലില്ലാത്തവരൊക്കെ പകലന്തിയോളം വീട്ടിലെ പണിയെടുക്കുമ്പോഴും ഇനി പണിയെടുക്കാതെ വെറുതെ ആയിരിക്കുമ്പോഴുമൊക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലിയിരുന്നു. വിശ്രമവേളകളിലൊക്കെ കയ്യിലുണ്ടായിരുന്നത് ജപമാലയായിരുന്നു. ഇന്നിപ്പം എത്ര പ്രായമുള്ള വ്യക്തിയുടെ കയ്യിലുമുള്ളത് ജപമാലയൊന്നുമല്ല, ഒരു മൊബൈൽ ഫോണ്. വല്യമ്മച്ചിമാരും പ്രായമുള്ളവർ പോലും യാത്രാവേളകളിലൊക്കെ കയ്യിൽ ഇങ്ങനെ കരുതിയിരുന്ന ജപമാലകളൊക്കെ പോയിട്ട് ഇന്ന് അത് മൊബൈലായി മാറിയിട്ടുണ്ട്. അമ്മയറിയാൻ തക്ക വിധം കുഞ്ഞിൻ്റെ മന്ത്രങ്ങൾ പോലും, കുഞ്ഞിൻ്റെ നൊമ്പരങ്ങൾ പോലും, നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയാക്കാൻ നമുക്കാവില്ലേ? തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ ഒരു ചെറിയ മുരളൽ പോലും അകലെയുള്ള അടുക്കളയിലെ അമ്മ കേൾക്കും പോലെ ഈ നമുക്കൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ചില സങ്കടങ്ങളോ, ചില നൊമ്പരങ്ങളോ, ചില വേദനകളോ നാം വല്ലാണ്ട് ഞെരുങ്ങുമ്പം നമ്മുടെ അധരത്തിലൂടെ, നമ്മുടെ അകക്കാമ്പിൽ നിന്ന് പുറത്തു വരുന്ന ചില സ്വരങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റുമോ? ഒരപ്പനോട് പറഞ്ഞ മകൻ ഒരു ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നു. അവൻ 10-11 വയസ്സുള്ളപ്പം മരിക്കുകയാണ്. ഈ അപ്പൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അവനെ നന്നായി നോക്കിയെന്ന് ആവർത്തിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയുമ്പോഴും അയാൾക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. സങ്കടം ഒരിക്കൽ അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ്. സങ്കടം ഇങ്ങനെയാണ്: ഈ മകൻ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദം, അതൊരു പ്രത്യേകതരം ശബ്ദമാണ്. അത് തിരിച്ചറിയാനായിട്ട് ഈ മനുഷ്യൻ 10 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അവന് 10 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് ഈ സ്വരം പുറപ്പെടുവിക്കണത്. ഈ കുഞ്ഞ് അതിൻ്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയെടുക്കണത് 10 വയസ്സ് അവന് പ്രായമുള്ളപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സങ്കടം, എൻ്റെ കുഞ്ഞിൻ്റെ ഇതുപോലെ ഒരാവശ്യത്തെ മനസ്സിലാക്കാൻ അവൻ പുറപ്പെടുവിച്ച ശബ്ദം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എനിക്ക് 10 ആണ്ട് വേണ്ടി വന്നല്ലോ. വേണമെങ്കിൽ ന്യായീകരിച്ച് നമുക്ക് ഒഴിഞ്ഞു മാറാം. ഈ മനുഷ്യൻ പറയാണ്, സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും ഇങ്ങനെ ജീവിതത്തെ അനുഗ്രഹമാക്കാനും നമുക്ക് കഴിയുമോ? അതുകൊണ്ട് പരിശുദ്ധയമ്മ നമ്മളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചിട്ട് എനിക്കും സ്വർഗത്തിനുമിടയിൽ അമ്മ ഗോവണിയാണെന്ന് പറയുമ്പം ഈ അമ്മയുടെ ഗോവണിയിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ, സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്കാവണമെങ്കിൽ ഒരു കാര്യം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക: നമ്മൾ ഈ ഭൂമിയുടെ മനുഷ്യരായി ഈ ലോകത്തിൻ്റെ സുഖം മാത്രം തേടി ഈ കൗതുക കാഴ്ചകളിലൂടെ കടന്നു പോയാൽ പോരാ. ഇടയ്ക്കൊക്കെ അമ്മയെ ധ്യാനിക്കാനായിട്ട്, അമ്മയെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടങ്ങളെ മാത്രം, നമ്മുടെ സുഖങ്ങളെ മാത്രം, പുതുകാലത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് എൻ്റെ സുഖം വെടിഞ്ഞ്, എൻ്റെ സ്വാർത്ഥത വിട്ട്, എൻ്റെ ആവശ്യമാണ് നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ കഴുതയെ മറ്റൊരാൾക്ക് വേണ്ടി സമറിയാക്കാരൻ കൊടുത്തതുപോലെ എൻ്റെ ഇരിപ്പിടങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ, എൻ്റെ ആവശ്യങ്ങളെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ, എൻ്റെ ചില കൊച്ചു താല്പര്യങ്ങളെയൊക്കെ ഒന്ന് നഷ്ടപ്പെടുത്താൻ പലരും തയ്യാറില്ല. ഈ അടുത്ത നാളിൽ ഒരു കുടുംബ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് കടന്നു വന്നപ്പം രണ്ടുപേരും പറയുന്നത് സമാനമായ വാക്ക: എനിക്കെൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫുണ്ട്, കുടുംബജീവിതമാണെന്ന് ഓർമ്മിക്കണം, അതിൽ ആർക്കും എൻട്രി ഉണ്ടാവില്ല, അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ നിന്നോ, അതിനപ്പുറത്തേക്ക് മാറിയായിരുന്നു. എന്തൊരു സങ്കടമാണെന്ന് നോക്കിക്കേ. അവനവൻ്റെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയുടെ കൂടാരത്തിൽ നിന്ന് തെല്ലൊന്നു മാറാനായിട്ട്, എൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടിയിട്ട് ചില നഷ്ടങ്ങളെയൊക്കെ ബോധപൂർവം എടുക്കാനായിട്ട് അവിടെ ഒരു പാലം പണിയപ്പെടുകയാണ്. അവിടെ ബന്ധത്തിനിടയിലുള്ള ഊഷ്മളമായുന്ന അനുഭവങ്ങളിലേക്കൊന്ന് ചുവടുമാറാൻ സാധ്യതകൾ ഒരുക്കപ്പെടുകയാണ്. തിരിച്ചറിയണം. പരിശുദ്ധയമ്മ നമ്മളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്: സ്വർഗത്തിലും ഭൂമിക്കും എനിക്കും സ്വർഗത്തിനുമിടയിൽ അമ്മയൊരു ഗോവണിയാണ്. അമ്മയെ കൂട്ടുപിടിച്ച് ഈ അമ്മയാകുന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്കൊന്ന്
നമുക്കൊന്ന് കയറാൻ പറ്റുമോ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വേഗത്തിൽ അതെങ്ങനെ ബൈപ്പാസ് ചെയ്ത് പൊക്കോളും? പ്രിയപ്പെട്ടവരെ, എഴുതി കൊടുക്കുന്ന പ്രാർത്ഥനകളും ഉള്ളിൽ സൂക്ഷിക്കുന്ന പ്രാർത്ഥനകളും ചങ്കിൽ ഭാരമായി കൊണ്ട് നടക്കുന്ന നൊമ്പരപ്പെട്ട അനുഭവങ്ങളും എന്തുമാവട്ടെ, അമ്മ വഴി കൊടുത്തു. അമ്മയാകുന്ന ഗോവണിയിൽ ഓരോന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ജപമാല ഓരോന്ന് ചൊല്ലി 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 നമ്മളിങ്ങനെ ജീവിതത്തിൻ്റെ ഏത് താഴെ തട്ടിലാണ് എങ്കിലും ഏത് അഗാധങ്ങളിലാണ് എങ്കിലും അമ്മയാകുന്ന ഗോവണി വഴി നമ്മുടെ പ്രാർത്ഥനകളെ പതിയെ പതിയെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ബലത്തോട് ചേർത്ത് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന കൊണ്ട് പൊതിഞ്ഞ് എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്നുള്ള ആ അഭിഷേകത്തിൻ്റെ മന്ത്രത്താൽ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ പതിയെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ അമ്മ വഴി ഒന്ന് ചേർത്ത് വയ്ക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മ വഴി പ്രാർത്ഥിക്കാം. അസാധ്യതകളെ സാധ്യതകളാക്കാൻ, പരാജയങ്ങളെ വിജയമാക്കാൻ അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ, കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ, കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവരും ചേർന്ന് ആവേ 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 മരിയ, ആവേ 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 മരിയ. വലിയ വിശ്വാസത്തോടുകൂടി ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ദൈവത്തിന് ഭൂമിയിൽ അവതരിക്കാൻ പോലും ഒരമ്മയുടെ സാധ്യതയെ ഉപയോഗിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ മനുഷ്യന്, ഭൗമിക മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താൻ ഇത്രയ്ക്ക് എളുപ്പമുള്ള മാർഗം മറ്റെന്തുണ്ട്? ലൗകിക മോഹങ്ങളൊക്കെ തെല്ലൊന്നു മാറ്റിവെക്കാനായിട്ട്, ഭൗതികാനുഗ്രഹങ്ങൾക്കൊപ്പം ആത്മീയ അനുഗ്രഹങ്ങൾ കൂടെ ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണേ. ഈ ഒക്ടോബറിലെങ്കിലും അധിക ജപമാലയുടെ അനുഗ്രഹ വഴികളോട് ചേരാൻ കൊതിയോടൊന്ന് പ്രാർത്ഥിക്കണേ. ഒരു കാര്യം നീ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു വെച്ചോ. ഈ നാളുകളിൽ എഴുതി സമർപ്പിച്ച് വെച്ച് മനസ്സിൽ കരുതലോടെ ആവർത്തിച്ചു കൊണ്ട് നടക്കുന്ന നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ സംഘർഷപൂരിതമായ അനുഭവങ്ങളെ, സങ്കടമായി മാറുന്ന ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളെയും പരിശുദ്ധയമ്മ വഴി ഒരു കൂട്ടിമുട്ടിക്കൽ സാധ്യമാവട്ടെ. ഗോവണിയുടെ പ്രത്യേകത അതാണല്ലോ. ഉയരങ്ങളെ ആഴങ്ങളുമായി, അഗാധങ്ങളെ തീരങ്ങളുമായി കൂട്ടിമുട്ടിക്കും. ഈ ഗോവണിയുടെ പ്രത്യേകത ഇത് ബന്ധങ്ങളെ കൂട്ടിമുട്ടിക്കും, ഇത് സൗഹൃദത്തെ ആഴപ്പെടുത്തും, ഇത് വികലമാക്കപ്പെട്ട പല സങ്കല്പങ്ങളെയും തച്ചുടയ്ക്കും. ഒരു ദേശത്തൊരു പാലം വന്നു കഴിയുമ്പം ഇന്ന് ഞാൻ ഓർത്തിരിപ്പുണ്ട്, വൈപ്പിൻകരയിലേക്ക് എറണാകുളത്ത് നിന്നും പാലം പണിതപ്പം ആ ദേശത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്കുണ്ടായ, അവൻ്റെ വീക്ഷണത്തിനുണ്ടായ മാറ്റം വല്ലാണ്ട് പരിമിതമാക്കപ്പെട്ട വെളിച്ചം കുറഞ്ഞ ബോധ്യങ്ങളായിരുന്നു. അവിടെ ദൈവം ഇടപെട്ടു. അതുപോലെ തന്നെ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ദൈവം പണിയുന്ന പാലവും ദൈവം പണിയുന്ന ഗോവണിയും പരിശുദ്ധ അമ്മയാണ് എങ്കിൽ അമ്മയെ കൂട്ടുപിടിക്കും. സ്നേഹത്തോടെ ഏറ്റുചൊല്ലി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യേശോയേ, അവിടുത്തെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂസ്വർഗങ്ങളെ തൊട്ടു നിൽക്കുന്ന ഗോവണിയാണ് പരിശുദ്ധ അമ്മയെന്ന് ഏറ്റുപറയാൻ ആ അമ്മയാകുന്ന
ഗോവണിയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമുള്ളതാക്കാൻ ഞങ്ങളുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പരിഹരിക്കാൻ കൃപ നൽകണമേ. ഈശോയെ വളരെ പ്രത്യേകമായി പറുദീസായുടെ ഗോവണിയും ലോകത്തിന്റെ അഭിഭാഷകയുമായ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ ഈ നിമിഷം തന്നെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും നൊമ്പരങ്ങൾക്കും ദൈവത്തിന്റെ ഇടപെടലും സ്വർഗത്തിന്റെ ഉത്തരവും ലഭിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ തുറന്ന് ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കുട്ടിമുട്ടിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, ബന്ധങ്ങളെ ഇണക്കുന്ന, സൗഹൃദങ്ങളെ ഉണർത്തുന്ന, സാധ്യതകളെ കൃപകളാക്കുന്ന, അനുഗ്രഹങ്ങളെ അത്ഭുതമാക്കുന്ന, അഭിഷേകത്തെ വർദ്ധിപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ആവോളം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ആരാധന 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 ആരാധന. അമ്മയുടെ കരം പിടിച്ചൊരു കുഞ്ഞിൻ്റെ മനസ്സോടുകൂടിയിട്ട് ദൈവികമായ സാന്നിധ്യത്തെ ഈ സക്രാരിയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ അറിഞ്ഞനുഭവിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. വലിയ വിശ്വാസത്തോടുകൂടെ ആരാധന 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 ആരാധന. അമ്മയ്ക്ക് സാധ്യതകളില്ല. അമ്മ സഹനങ്ങളെ രക്ഷാകരമാക്കിയവള. അമ്മ ആശ്വാസത്തിൻ്റെ തീരം തേടി നടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവള. ഈ അമ്മയോട് പറഞ്ഞ്, അമ്മേ, അമ്മ എൻ്റെ ആശ്രയമേ, അമ്മ അഭയമാണ്, കൈവിടാതെ കാക്കണേ അടിയങ്ങളെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, എനിക്ക് ഈശോ തന്ന അമ്മേ. സ്നേഹത്തോടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പറയാത്ത സങ്കടങ്ങൾ, പറയാനാവാത്ത നൊമ്പരങ്ങൾ, എനിക്ക് പങ്കുവെക്കാൻ പോലും കെൽപ്പില്ലാത്ത വിധം തളർന്നു പോകുന്ന അവസ്ഥകൾ, രോഗപീഠകളാൽ ഞെരുക്കപ്പെടുന്നു, സാമ്പത്തിക ക്ലേശത്താൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നു. അസാധ്യമെന്ന് ലോകം പറഞ്ഞപ്പം അനന്ത സാധ്യതയായി മാറിയവൾ, ഒരു ചെറിയ പാലം പോലെ, ഒരു ചെറിയ ഗോവണി പോലെ ദൈവം ഇങ്ങനെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദേശങ്ങൾക്കും ഒക്കെ ഇടയിൽ അമ്മയെന്ന ഗോവണിയിലൂടെ, അമ്മയെന്ന ഈ ബന്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പുണ്യവഴിയിലൂടെ ഒരുക്കുന്ന സാധ്യതയിലേക്ക് ചേർന്ന് നിൽക്കാം. സ്നേഹത്തോടെ അമ്മയോട് ചേർന്ന്, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, ഈശോ തന്ന അമ്മേ, പാടി പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എല്ലാവരും ചേർന്ന്, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക്
എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. മനസ്സിനെ വല്ലാണ്ട് മതിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും ഓർത്തിട്ട് നമ്മൾ ദിവ്യകാരുണ്യേശോയെ നോക്കി മൗനമായി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കും. എൻ്റെ ജീവിതത്തിൽ യാക്കോബ് കൊണ്ട ഗോവണി പോലെ ഈ ആശീർവാദ വേളയിൽ ഞാൻ എവിടെയായിരുന്നാലും, എൻ്റെ ജീവിതത്തിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും, ഏത് നൊമ്പരക്കയത്തിലാണെങ്കിലും, അവിടെ ഇതാ സ്വർഗം അത്ഭുതകരമായി പരിശുദ്ധി അമ്മയാകുന്ന ഗോവണിയിലൂടെ ഇറങ്ങി വരുന്നു. വിശുദ്ധരിങ്ങനെ അമ്മ മാധ്യസ്ഥം വഴി അമ്മയുടെ പ്രാർത്ഥന കേട്ട് നമ്മെ കൃപയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അനുഗ്രഹം നൽകാൻ വേണ്ടി ഒപ്പമായിരിക്കുന്നു. ആ വലിയ ദൈവിക ദർശനത്തെ മനസ്സിൽ പ്രാർത്ഥനയോടെ കണ്ടുകൊണ്ട് മൗനമായി നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഏറെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ശലോം പ്രേക്ഷകരെ, ഒരുപാട് സ്നേഹത്തോടെ ഈ നാളുകളിൽ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനത്തെ 22-ാം തീയതി മുതലുള്ള 10 ദിവസങ്ങൾ ആരാധനയിൽ നാം ഓരോരുത്തരും ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവതിരുമുമ്പിലേറെ സ്വീകാര്യമാകാൻ വേണ്ടി ഈ 7 ദിവസങ്ങളിൽ നമ്മളൊരു ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും മന്ത്രം പോലെ മനസ്സിൽ ഉരുവിടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാത്മീയതയുടെ ചെറിയ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരികയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം ആവർത്തിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അവസാനത്തെ 10 ദിവസത്തെ ജപമാല സമാപനത്തിൽ വലിയ ദൈവാനുഗ്രഹം എഴുതിക്കൊടുത്ത പ്രാർത്ഥനകളൊക്കെയും സ്വർഗം സ്വീകരിക്കുമാറ് അഭിഷേകത്തിലും അനുഗ്രഹത്തിലുമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net.